സുപ്രീം ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇനി ഞാനൊരു 2 ബീറ്റ്റൂട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. ഫ്രഷ് ബീറ്റ്റൂട്ടാണ്. നമുക്കിന്ന് ഇതൊരു തോരൻ വെച്ചാലോ? വായോ. അപ്പോഴിതെങ്ങനെയാണ് ഞാനതെല്ലാം ചെത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെച്ച് വലുതാണ്. അപ്പോൾ ഞാൻ വെച്ച് ഒരെണ്ണം വെച്ചാൽ മതി, 2എണ്ണം ഞാൻ എടുത്തതാണ്. അപ്പോൾ ഞാനത് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. ചെറുതായിട്ട് അരിഞ്ഞ് ചെയ്യുന്നവരുണ്ട്, പലതരത്തിലും അത് പീസാക്കി തന്നെ എടുക്കുന്നുണ്ട്. പക്ഷേ ഞാനിത് പെട്ടെന്ന് കുഞ്ഞുങ്ങൾക്കൊക്കെ വേഗത്തിൽ ഞാനിത് ഇങ്ങനെ തന്നെ ആയിരുന്നു ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം സ്കൂളിൽ പോകാൻ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫുഡാണ്. അതുകൊണ്ട് ഞാനിത് ഫുള്ളായിട്ട് ഇതിനകത്ത് തന്നെ വെച്ച് ഗ്രേറ്റ് ചെയ്തെടുത്ത് ആണ് ഞാൻ ചെയ്യുന്നത് വേഗത്തിൽ. അതെല്ലാം അപ്പം ഞാൻ ബീറ്റ്റൂട്ടെല്ലാം ഗ്രേറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് വേണ്ടി ചേർക്കാനായിട്ട് ഞാൻ ചെറിയ ഉള്ളി ചേർക്കാം, സവാള ചേർക്കാം. ഞാനിവിടെ സവാളയാണ് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഈ അരിഞ്ഞ് വെച്ച ബീറ്റ്റൂട്ടിലോട്ട് ചേർക്കുകയാണ്. ഇത് നമ്മൾ ചേർക്കുകയാണ്. പിന്നെ പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അധികം എരിയില്ലാത്ത പച്ചമുളക്, അതുകൊണ്ട് മാത്രമല്ല ഞാൻ ഇതിനകത്ത് പൊടി ചേർക്കുന്നുണ്ട്. അപ്പം ഒരു പച്ചമുളക് അരിഞ്ഞ് ചേർന്ന് അത് അതിനകത്ത് ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടുന്നത് മെയിനായിട്ട് തേങ്ങയാണ്. അപ്പം ഇതിനാവശ്യമുള്ള തേങ്ങ ചേർക്കണം. അപ്പം ഞാൻ ഒരു മുറി തേങ്ങയൊക്കെ തിരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഉപ്പും കൂടെ ചേർക്കാം. അപ്പം നമുക്കിത് കൈകൊണ്ട് തിരുമണം. അതിന് മുൻപായിട്ട് നമുക്ക് കരിവേപ്പില ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചേർക്കുന്ന പൊടിയെന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടിയാണ്. ഞാൻ 2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ലേശം കാശ്മീരി മുളക് പൊടി ഞാൻ ചേർക്കും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ. എല്ലാവരും ചേർക്കണമെന്നില്ല, പക്ഷേ ഞാനിങ്ങനെ വെച്ച് ഭയങ്കര ടേസ്റ്റാണ്. പിള്ളേർക്കൊക്കെ ഏറ്റവും ഇഷ്ടം. ഞാൻ ഇതിനകത്ത് ബീറ്റ്റൂട്ട് തോരനിൽ മെയിനായിട്ട് ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. അപ്പം ഞാൻ കുരുമുളക് വറുത്ത് പൊടിച്ച് വെച്ചിരുന്ന പൊടി ഇതിൻ്റെ കൂടെ ചേർക്കും. കാരണം ഞാൻ ഇത് ഒരുമിച്ച് ചേർത്ത് ഞാൻ എപ്പം ബീറ്റ്റൂട്ട് തോരൻ വെച്ചാലും കുരുമുളക് പൊടി ചേർക്കും. അപ്പോൾ ഇത് ഒരുമിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്യാം, ഒന്ന് നല്ലപോലെ ഇളക്കി റെഡിയാക്കാം. അപ്പം ബീറ്റ്റൂട്ടിന് നമുക്ക് മൊത്തത്തിൽ ഈ തേങ്ങയും അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കാശ്മീരി മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടി ഇതെല്ലാം ബീറ്റ്റൂട്ടിനകത്ത് മൊത്തത്തിൽ ആ തേങ്ങയും എല്ലാം ഒരുമിച്ച് മിക്സ് ചെയ്ത് നമുക്കൊന്ന് ഇളക്കി വയ്ക്കാം. അപ്പം ഇതെല്ലാം കൂടെ അതിനകത്ത് മിക്സായി ഇളക്കി നമ്മൾ നല്ലപോലെ യോജിപ്പിക്കുന്നതനുസരിച്ചിരിക്കും കേട്ടോ. അപ്പം അതങ്ങനെ ഇരിക്കുമ്പോൾ തന്നെയാണ് അത് മൊത്തത്തിലൊന്ന് പിടിച്ച് ഇരിക്കട്ടെ. ഉപ്പും എല്ലാം അതിനകത്തോട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വേണം നമുക്കിത് കുക്ക് ചെയ്യാനായിട്ട്. അപ്പം ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കണം. മാത്രമല്ല, നിങ്ങൾ ഇതുവരെ ഈ ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇനി ഇത് കുക്ക് ചെയ്യാനായിട്ട് ഒരു പാൻ അടുപ്പി വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടാവട്ടെ. അതിന് ശേഷം ഞാൻ കോക്കനട്ട് ഓയിലാണ് ഒഴിക്കുന്നത്. നമുക്കിത് വെളിച്ചെണ്ണ തന്നെ തയ്യാറാക്കാം. അപ്പം ഞാൻ പ്രത്യേകിച്ച് വേറെ ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ ലേശം കടുകിടുന്നുണ്ട്. ആ കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ഞാൻ 2 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് അതുകൂടെ ഒന്ന് ചേർക്കണം. അത് കടുക് വറുത്ത് താളിച്ചിട്ട് വേണം നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് ചേർക്കാൻ. അപ്പം ഞാൻ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതാണ്, അതൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ 2 വറ്റൽമുളകും കൂടെ നമുക്ക് ചേർക്കണം. നമുക്ക് നല്ലപോലെ ഒന്ന് ഇളകി വരട്ടെ. ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് വേണം ആ ചെറിയ ഉള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ വെച്ചിരിക്കുന്ന 2-3 വറ്റൽമുളക് നമുക്കൊന്ന് ഇടാം. അപ്പോൾ അതും കൂടെ ആ കടുകിനും ഉള്ളിയുടെയും കൂടെ ചേർന്ന് മൂത്ത് വരട്ടെ. അപ്പം നമുക്ക് അത് ഒരുമിച്ച് മൂത്ത് വരണം. മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കരിയാപ്പിലയും കൂടി ഇട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പം കടുക് താളിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ എണ്ണയിൽ തന്നെയാണ് ഈ ബീറ്റ്റൂട്ട് വേവുന്നത്. അല്ലാതെ നമ്മൾ അതിനകത്ത് വെള്ളമൊന്നും ചേർക്കണ്ട. കാരണം ബീറ്റ്റൂട്ട് ഓട്ടോമാറ്റിക്കലായിട്ട് വെള്ളമുണ്ട്. നമുക്കിനി ഇത് ബീറ്റ്റൂട്ട് ചേർക്കാം. മൊത്തത്തിൽ നമ്മൾ വർഗ്ഗങ്ങളെല്ലാം ഉപ്പും എല്ലാം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, ഒരുമിച്ചാണ് നമ്മളിത് ചേർക്കുന്നത്. ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ബീറ്റ്റൂട്ട് ജ്യൂസോ മറ്റു തരത്തിലോ ഒന്നും കഴിക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. ഏറ്റവും ഇഷ്ടമായിട്ട് കഴിക്കാൻ പറ്റും. ഇന്ന് ഞാൻ ലഞ്ചിന് മറ്റുള്ള കറിയുടെ കൂട്ടത്തിൽ തന്നെ ഇതുണ്ടാക്കുകയാണ്. അപ്പം നമുക്കിതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ച് ആവിയിൽ തന്നെ വേവിക്കാം. വെള്ളമൊന്നും വേണ്ട. അപ്പം ഇതിനകത്ത് വെള്ളം ഇറങ്ങിക്കോളും. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കേണ്ടുന്നത്. അപ്പോൾ ശരിക്കും ബീറ്റ്റൂട്ടിൻ്റെ ഗുണത്തെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ എല്ലാം നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ആൾക്കാർ തന്നെയാണ്. ഓക്കെ, നിങ്ങൾ ഈ ചാനലൊക്കെ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. വേഗത്തിൽ തന്നെ ഇത് ആവുകയും ചെയ്യും. അതിനു വേണ്ടി സമയം വേണ്ടി വരത്തില്ല. കാരണം ഇതാണ്ടേ ആയിട്ടുണ്ട്. അപ്പം നമുക്കൊന്നും കൂടെ ഒന്ന് ഇളക്കി അതൊന്ന് താളിച്ചെടുക്കാം. ഒന്നുകൂടെ യോജിപ്പിച്ച് അതൊന്ന് ഇളക്കി വയ്ക്കാം. കാരണം അതിൻ്റെ വേവായിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കൊന്ന് ഇളക്കി ഒന്നും കൂടി അതിനെ ഒന്ന് റെഡിയാക്കി
ഇനി ഓപ്പൺ ആക്കിയിട്ടും കൂടെ ഒന്ന് ഇളക്കി നിരത്തി റെഡിയാക്കണം. അപ്പം നമ്മുടെ ബീറ്റ്റൂട്ട് തോരനാണ്. അപ്പോൾ അതൊന്നും കൂടെ ഇളക്കി യോജിപ്പിച്ച് ഞാൻ അടച്ചു വെച്ചിരിക്കുകയാണ്. ഒന്നും കൂടെ അതായെങ്കിൽ മാത്രമേ, ഇപ്പോൾ ശരിക്കും ബീറ്റ്റൂട്ട് തോരൻ്റെ ഒരു പരുവായിട്ടുണ്ട്. നമുക്കിനി ഒന്ന് അതൊന്ന് ശരിക്കും ഒന്ന് നിരത്തി വെച്ച്, കാരണം ഉള്ള വെള്ളവും കൂടെ ജലാംശവും കൂടെ ഒന്ന് വലിഞ്ഞതിന് ശേഷം നമുക്ക് അത് ബീറ്റ്റൂട്ട് തോരൻ അപ്പം നല്ല തോത്ത് ആയിട്ടുണ്ട്, വെള്ളമെല്ലാം പോയിട്ടുണ്ട്, വലിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി ചിക്കി എടുക്കാം. അപ്പം ബീറ്റ്റൂട്ട് തോരൻ ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിതൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുകയാണ്. കാരണം ഇനി എവിടെയെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ അത് മൊത്തത്തിൽ ഒന്ന് നിരത്തി വെച്ച് കഴിയുമ്പോൾ ഓക്കെ. താങ്ക്സ്. നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബീറ്റ്റൂട്ട്